possible effect on hitting an obstacle. സാധാരണ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സിഗ്നൽ റിസീവറിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് 3 ടൈപ്സ് ഓഫ്, അതായത് ബേസിക്കലി നമുക്ക് 3 ടൈപ്സ് ഓഫ് എഫക്റ്റ് ഉണ്ടാവും. അതായത് ഒരു ഒബ്സ്റ്റക്കിളിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ 3 രീതിയിൽ എന്താ പറയാ 3 ടൈപ്പ് ഓഫ് പോസിബിൾ എഫക്റ്റ് ഉണ്ടാവും. അതാണ് ഈ റിഫ്ലക്ഷൻ, ഡിഫ്രാക്ഷൻ ആൻഡ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. സോ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി വെൻ ഹിറ്റിംഗ് ഓൺ എ സ്മൂത്ത് സർഫസ്, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ, ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ ഒബ്സ്റ്റക്കിൾ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്ററിന് റിസീവറിലേക്ക് ഒരു സിഗ്നൽ അയക്കുമ്പോൾ ആ സിഗ്നൽ ആ ഒരു സ്മൂത്ത് സർഫസിന് ഹിറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഹിറ്റിംഗ് ഷാർപ്പ് എഡ്ജ്, അതായത് ഒരു ഷാർപ്പ് എഡ്ജിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് സിഗ്നലില് ഉണ്ടാകുന്ന എഫക്റ്റ്, അതാണ് ഡിഫ്രാക്ഷൻ. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി റഫ് സർഫസിന് അല്ലെങ്കിൽ ഒരു സ്പൈക്ക് പോലത്തെ സർഫസിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എഫക്റ്റ് ആണ്. സോ ദിസ് 3 മെക്കാനിസം എഫക്ട് ദ പ്രൊപ്പഗേഷൻ. സോ ഈ ഒരു 3 കാര്യം, അതായത് റിഫ്ലക്ഷൻ, ഡിഫ്രാക്ഷൻ, സ്കാറ്ററിംഗ്. സോ ദിസ് 3 മെക്കാനിസം എഫക്ട് ദ പ്രോസസ് ഓഫ് പ്രൊപ്പഗേഷൻ. ദാറ്റ് ഈസ് വയർലെസ് പ്രൊപ്പഗേഷൻ്റെ അകത്ത് ഈ 3 കാര്യങ്ങളാണ് ഒരു വേവിന്റെ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവിന്റെ എഫക്ട് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ. So the electromagnetic wave propagation undergo reflection, diffraction and scattering. So most cellular radio systems operate in urban area but there is no direct line of sight path between transmitter and receiver. So നമുക്കറിയാം ഈ മോസ്റ്റ് ഓഫ് ദ സെല്ലുലാർ റേഡിയോ സിസ്റ്റം എന്ന് വെച്ചാൽ അർബൻ ഏരിയസിലാണ് നമ്മൾ സെല്ലുലാർ റേഡിയോ സിസ്റ്റത്തിന് കൂടുതൽ യൂസേജ് ഉള്ളത്. കാരണം അവിടെ ആയിരിക്കും മോർ യൂസേഴ്സ് യൂസിങ് മൊബൈൽ ഫോൺസ് എക്സെട്ര. വയർലെസ് പ്രൊപ്പഗേഷൻ ഒക്കെ കൂടുതലുള്ളത് അർബൻ ഏരിയയിലാണ്. ഈ അർബൻ ഏരിയയിൽ ഒബ്സ്റ്റക്കിൾസ് കൂടുതലായിരിക്കും. ബിൽഡിങ്സ് ആയിക്കോട്ടെ, ടവർ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒബ്സ്റ്റക്കിൾസ് കൂടുതലായിരിക്കും. അവിടെ ലൈൻ ഓഫ് സൈറ്റ് പാത്ത് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ യൂഷ്വലി റയർലി പോസിബിൾ ആകുന്ന ഒരു കാര്യമാണ് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ. അതായത് ഡയറക്റ്റ് ട്രാൻസ്മിറ്റർ ടു റിസീവർ, ഒരു ട്രാൻസ്മിറ്ററിന്റെ റിസീവർ നേരെ കാണുന്ന ഒരു പാത്താണ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് എന്ന് പറയുന്നത്. ആ ലൈൻ ഓഫ് സൈറ്റ് പാത്ത് അവിടെ വളരെ കുറവായിരിക്കും. സോ ഇൻ മോസ്റ്റ് സെല്ലുലാർ റേഡിയോ സിസ്റ്റം ഓപ്പറേറ്റ് ഇൻ അർബൻ ഏരിയ ബട്ട് ദർ ഇസ് നോ ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. സോ ഹിയർ വി ഹാവ് സോ ദർ ഇസ് നോ ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ഇൻ അർബൻ ഏരിയ. റയർലി ആണ് ലൈൻ ഓഫ് സൈറ്റ് പോസിബിൾ ആണ്. So due to the multiple reflection from various objects, the electromagnetic wave, അതായത് നമ്മൾ സിഗ്നൽ എന്ന് പറഞ്ഞാൽ electromagnetic wave ആണ്. So this electromagnetic wave which travels from transmitter to receiver travels along different path for varying length. So the electromagnetic wave എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ there is no line of sight ആണ് in urban area and it may contain, അതായത് ആ ഒരു ചാനൽ അല്ലെങ്കിൽ ആ ഒരു പാത്ത് ഫ്രം ട്രാൻസ്മിറ്റർ ടു റിസീവർ എന്ന് പറഞ്ഞാൽ മെനി ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും. കുറെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അണ്ടർഗോ റിഫ്ലക്ഷൻ, ഡിഫ്രാക്ഷൻ ആൻഡ് സ്കാറ്ററിംഗ് ഓൺ ഹിറ്റിംഗ് 3 ടൈപ്സ് ഓഫ് സർഫേസ്. ദാറ്റ് ഈസ് സ്മൂത്ത് സർഫേസ് ആകുമ്പോൾ റിഫ്ലക്ഷൻ, ഒരു ഷാർപ്പ് എഡ്ജ് ആകുമ്പോൾ ഓൺ ഹിറ്റിംഗ് എ ഷാർപ്പ് എഡ്ജ് ഡിഫ്രാക്ഷൻ ആൻഡ് ഓൺ ഹിറ്റിംഗ് എ റഫ് സർഫേസ് ലൈക്ക് സ്പൈക്ക് വി ഹാവ് സ്കാറ്ററിംഗ്. സോ ഡ്യൂ ടു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ from various objects, electromagnetic wave travel along different paths for varying lengths. So in order to study these 3 effects, we have various propagation models. So various propagation models are used to predict the average received signal strength at a given distance from transmitter as well as various signal strength in close spatial proximity to particular location. So receiver നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന, നമുക്ക് എന്തിനാ ഈ പ്രൊപ്പഗേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ റിസീവർ ഗെറ്റ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദിസ് റേഡിയേഷൻ ദാറ്റ് ഇസ് റേഡിയേറ്റഡ്, ദാറ്റ് മൾട്ടി പാത്ത് കോമ്പോണന്റ് ആണ് റിസീവറിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു സിംഗിൾ പാത്ത് കോമ്പോണന്റ് അല്ല, ഇവിടെ റിഫ്ലക്ഷൻ എന്ന് വരുന്ന ഒരു കോമ്പോണന്റ് ഉണ്ട്, ഡിഫ്രാക്ഷൻ വരുന്ന ഒരു കോമ്പോണന്റ് ഉണ്ട്, സ്കാറ്ററിംഗ് വരുന്ന ഒരു കോമ്പോണന്റ് ഉണ്ട്. സോ ഈ റിസീവർ ട്രാൻസ്മിറ്റർ അയക്കുന്ന ഒരു സിംഗിൾ പാത്ത് കോമ്പോണന്റ് ആണെങ്കിൽ കൂടി റിസീവർ റിസീവ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദിസ് റേഡിയേഷൻ ആണ്. അത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ആണ് റിസീവർ റിസീവ് ചെയ്യുന്നത്. സോ ഈ മൾട്ടിപ്പിൾ കോപ്പീസ് ക്യാൻ ഹാവ് ഫേസ് ചേഞ്ച് ഉണ്ടാവും, കൺസിഡറബിൾ ലോസ് ഓഫ് എനർജി ഉണ്ടാവും. സോ റിസീവർ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുന്നത് സം ഓഫ് ഓൾ ദ സിഗ്നൽ ദാറ്റ് അറ്റ് ദ റിസീവർ ഉണ്ടാവും. അതായത് റിഫ്ലക്ട് ചെയ്യുന്ന സിഗ്നലും അതിൽ നിന്ന് വരുന്ന റിസീവ്ഡ് സിഗ്നൽ സ്ട്രെങ്ത്തും പിന്നെ ഡിഫ്രാക്ഷനിൽ വരുന്ന സ്ട്രെങ്ത്തും സ്കാറ്ററിംഗ് വരുന്ന സ്ട്രെങ്ത്തിന്റെ ഓൾ സം ആണ് ഈ റിസീവറിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഓരോ പാത്തുനിന്ന് വരുന്ന, അതായത് റിഫ്ലക്ഷൻ പാത്തുനിന്ന് വരുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് എത്രയാ, ഡിഫ്രാക്ഷൻ നിന്ന് വരുന്ന സ്ട്രെങ്ത് എത്രയാ, സ്കാറ്ററിംഗ് വരുന്ന സ്ട്രെങ്ത് എത്രയാ, ഈ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ് നമ്മൾ പ്രൊപ്പഗേഷൻ മോഡൽ യൂസ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു മെഷർ ദ എമൗണ്ട് ഓഫ് സിഗ്നൽ കൺസിഡറിംഗ് ഓൾ ദിസ് റിഫ്ലക്ഷൻ, ഡിഫ്രാക്ഷൻ, സ്കാറ്ററിംഗ്. സോ ഈ ഒരു
സിഗ്നലിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ് വി ഗോ ഫോർ ദിസ് പ്രൊപ്പഗേഷൻ മോഡൽ. സോ വയർലെസ് പ്രൊപ്പഗേഷൻ എന്താന്ന് പഠിച്ചു. ഇലക്ട്രോമാഗ്നറ്റിക് പ്രൊപ്പഗേഷൻ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ലൈൻ ഓഫ് സൈറ്റ് ഇല്ലാത്ത കേസിൽ സറൗണ്ടിങ്സിൽ കുറെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. ഈ ഒബ്സ്റ്റക്കിൾസിന്റെ മുകളിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് മെക്കാനിസം അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് എഫക്ട് ഉണ്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത്. സ്മൂത്ത് സർഫസിൽ ഹിറ്റ് ചെയ്ത റിഫ്ലക്ഷൻ ആണ്, ഷാർപ്പ് ഹെഡ്ജിൽ ഹിറ്റ് ചെയ്ത ഡിഫ്രാക്ഷൻ ആണ്, ആൻഡ് റഫ് സർഫസിൽ എഫക്ട് ഹിറ്റ് ചെയ്യുമ്പോൾ സ്കാറ്ററിംഗ് ആണ്. ഈ റിസീവർ സൈഡിൽ നമ്മൾ അയക്കുന്നത് ഒരു സിംഗിൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ റിസീവർ സൈഡിൽ ഒബ്റ്റെയിൻ ചെയ്തത് മൾട്ടിപ്പിൾ കോപ്പീസ് ആണ്. മൾട്ടിപാത്ത് കോമ്പോണന്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് റേഡിയേഷൻ ആണ്. ബിക്കോസ് ഒരു റിഫ്ലക്റ്റഡ് ആയിട്ട് വേവ് വരും, ഡിഫ്രാക്റ്റഡ് ആയിട്ട് വേവ് വരും, സ്കാറ്ററിംഗ് ആയിട്ട് വേവ് വരും. അപ്പം റിസീവറിൽ വി ഹാവ് ടു measure the average received signal strength at a distance from the transmitter, as well as we have to measure the variation of signal strength in close spatial proximity to a particular location. So in order to measure the amount of signal considering all this reflection, diffraction and scattering, we go for this propagation model. So propagation model enna cheyacha, it predict the mean signal strength over a large transmitter receiver separation distance called large scale propagation model. അതായത് ഈ ഒരു പ്രൊപ്പഗേഷൻ മോഡൽ എന്തിനാ ബേസിക്കലി വെച്ചാൽ ടു മെഷർ ദ എമൗണ്ട് ഓഫ് സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ, റിസീവർ ലെൻഡിലുള്ള സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ആണ് ഇറ്റ്സ് ദിസ് പ്രൊപ്പഗേഷൻ മോഡൽ. സോ പ്രൊപ്പഗേഷൻ മോഡൽ എന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസിക്കലി എ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഫോർ ദ ക്യാരക്ടറൈസേഷൻ ഓഫ് റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസി, ഡിസ്റ്റൻസ് ആൻഡ് അതർ കൺസിഡറേഷൻ. സോ നമ്മളിവിടെ മോഡൽ ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ മോഡൽ നമുക്ക് ബേസിക്കലി ഉണ്ട്. ഇറ്റ്സ് പ്രൊപ്പഗേഷൻ മോഡൽ ദാറ്റ് പ്രെഡിക്ട് ദ മീൻ സിഗ്നൽ സ്ട്രെങ്ത് ഓവർ എ ലാർജ് ഡിസ്റ്റൻസ്. അത് ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ലാർജ് ആകുന്ന കേസിൽ അവിടെ മെഷർ ചെയ്യുന്ന മീൻ സിഗ്നൽ സ്ട്രെങ്ത്, ആ ഒരു പ്രൊപ്പഗേഷൻ മോഡലിനെയാണ് ലാർജ് സ്കെയിൽ പ്രൊപ്പഗേഷൻ മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ദ മോഡൽ ദാറ്റ് ക്യാരക്ടറൈസ് റാപ്പിഡ് ഫ്ലക്ച്വേഷൻ ഓഫ് റിസീവ്ഡ് സിഗ്നൽ ഓഫ് സ്ട്രെങ്ത് ഓവർ വെരി ഷോർട്ട് ഡിസ്റ്റൻസ്. അതായത് ഫ്യൂ വേവ് ലെങ്ത് ഉള്ള, അതായത് ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവുള്ള കേസിലുള്ള നമ്മൾ മോഡൽ ചെയ്യുന്ന പ്രൊപ്പഗേഷൻ മോഡലാണ് സ്മോൾ സ്കെയിൽ ഓഫ് ഫേഡിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ പ്രൊപ്പഗേഷൻ മോഡൽ യൂസ് ചെയ്യുന്നത്, പ്രൊപ്പഗേഷൻ മോഡലിന്റെ ഒരു കാര പറയുന്നതാണെങ്കിൽ പ്രൊപ്പഗേഷൻ മോഡൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈസി ടു ഡിസൈഡ്, simulate and plan the wireless system by using this propagation model. And this when we design this propagation model, it reflects the properties of this propagation channel. So basically there are different type based on this fading condition. നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ലാർജ് സ്കെയിൽ പ്രൊപ്പഗേഷൻ മോഡൽ ഉണ്ട്, സ്മോൾ സ്കെയിൽ മോഡൽ ഉണ്ട്. ആൻഡ് സ്മോൾ സ്കെയിൽ മോഡലിനകത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിരിക്കും. ആൻഡ് പ്രൊപ്പഗേഷൻ മോഡൽ ദാറ്റ് പ്രെഡിക്ട് ദ മീൻ സിഗ്നൽ സ്ട്രെങ്ത് ഓവർ എ ലാർജ് ഡിസ്റ്റൻസ്. ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ വളരെ വലിയ ഡിസ്റ്റൻസ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് ലാർജ് സ്കെയിൽ പ്രൊപ്പഗേഷൻ മോഡലാണ്. സോ ദിസ് ഈസ് അബൌട്ട് വയർലെസ് പ്രൊപ്പഗേഷൻ. വയർലെസ് പ്രൊപ്പഗേഷനകത്ത് electromagnetic wave undergo reflection, diffraction and scattering. Most cellular radio system operate in urban area. In urban area, the line of sight propagation between transmitter and receiver rare ആയിരിക്കും. And due to the multiple reflection from various objects, this electromagnetic wave travels along different paths for varying length ആണ്. And here we have various propagation models that are used to predict the average received signal strength at a given distance from the transmitter, as well as the variation of signal strength in close spatial proximity to particular location. So propagation model usually നമ്മൾ യൂസ് ചെയ്യുന്നത് സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ് at the received end. നമുക്ക് various type of propagation model ഉണ്ട് that we'll study. So basically 2 type ഉണ്ട്. large scale propagation model ഉണ്ട്, small scale propagation model ഉണ്ട്, or fading model. Now we'll discuss about the free space propagation model. ഈ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ഉള്ള ഒരു കേസാണ്. അതായത് ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ഉണ്ട്. അതായത് നമ്മൾ ട്രാൻസ്മിറ്ററിന് ഒരു സിംഗിൾ റേഡിയോ വേവ് അയക്കും. ആ സിംഗിൾ റേഡിയോ വേവ് വിത്തൗട്ട് ഗെറ്റിംഗ് അതായത് ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഡയറക്റ്റ് റിസീവറിലേക്ക് എത്തുന്നു. ആ ഒരു കേസാണ് ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ. ഇൻ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ ഈസ് യൂസ്ഡ് ടു പ്രെഡിക്ട് ദ റിസീവ്ഡ് സിഗ്നൽ സ്ട്രെങ്ത്. എല്ലാ പ്രൊപ്പഗേഷൻ മോഡലും സിഗ്നൽ സ്ട്രെങ്ത് റിസീവറിലുള്ള എത്തുന്ന സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ്, അതിൽ പ്രെഡിക്റ്റ് ചെയ്യാനാണ് പ്രൊപ്പഗേഷൻ മോഡൽ യൂസ് ചെയ്യുന്നത്. സോ ഈ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ ഈസ് യൂസ്ഡ് ടു പ്രെഡിക്ട് ദ റിസീവ്ഡ് സിഗ്നൽ സ്ട്രെങ്ത് when the transmitter and receiver have clear unobstructed line of sight path between them. അതായത് ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ
ഒരു ഒബ്സ്റ്റക്കിൾ ഒന്നും ഇല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ഉണ്ടെങ്കിലാണ് ഈ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ യൂസ് ചെയ്യുക. സോ ഈ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് റിസീവ്ഡ് സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. ടിപ്പിക്കലി satellite communication system and microwave link are the systems which undergo free space propagation mode. Satellite communication namakariya a direct line of sight path aanu, there is no obstacles, and microwave link also LOS link nana typically undergo this free space propagation path. And this free space equation is also called as free space equation. So the free space equation la ഈ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫ്രീ സ്പേസ് ഇക്വേഷൻ ആണ്. ആ ഫ്രീ സ്പേസ് ഇക്വേഷൻ ഓൾസോ കോൾഡ് ആസ് ഫ്രീ സ്പേസ് ഇക്വേഷൻ. സോ therefore the free space power received by a receiver antenna which is separated from a radiating transmitter antenna by a distance d. So transmitter antenna receiver antenna separation of distance ആണ്, it is denoted by d. Then the free space equation പറയുന്നത് that is the power received at the receiver. That is power received at the receiver ആണ് PR of D at a distance. അതായത് ഈ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, സെപ്പറേഷൻ ഓഫ് ഡിസ്റ്റൻസ് ആണ് denoted by D. So the free space power received by the receiver antenna, that is PR, which is separated from a radiating transmitter antenna by a distance D, that is PR of D എന്ന് പറയുന്നത് free space equation ആണെങ്കിൽ it's equal to PT into GT GR lambda square divided by 4 pi square D square L. So this is the free space equation. Here PT എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററിന്റെ പവർ ആണ്, PR എന്ന് പറയുന്നത് റിസീവറുടെ പവർ ആണ്, GT എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആന്റിന, GR is the gain of receiving antenna, and D is the distance of transmitter and receiver separation, L is the system loss, and for lossless system L is equal to 1, and lambda is the wavelength in meter. And the gain of the antenna related to effective aperture, gain G is given by 4 pi AE, that is 4 pi AE divided by lambda square. Each free space equation shows that the received power falls as a square of distance, or a square of TR separation distance. നമുക്ക് free space equation നമുക്ക് മനസ്സിലാവും. Received power എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്, അതായത് D സ്ക്വയർ കൂടുന്നതിനനുസരിച്ചിട്ട് received power കുറയും. So free space equation shows that the received power falls as the square of TR separation distance. TR separation distance എന്ന് പറഞ്ഞാൽ denote ചെയ്യുന്ന D ആണ്. So D square അത് separation distance square ആവുന്നതിനനുസരിച്ചിട്ട് free space equation പറയുന്നത് വെച്ചാൽ received power decrease ആവും. So the effective isotropic radiated power, that is EIRP, is nothing but PT into GT. And path loss in dB എന്ന് പറഞ്ഞാൽ path loss എന്ന് പറഞ്ഞാൽ it's a difference between transmitted power and received power, and may or may not include antenna gain. So path loss നമുക്ക് calculate ചെയ്യാം. Path loss is denoted by PL. It is nothing but difference between transmitted power, that is PT, minus PR. And path loss in dB consider ചെയ്യുമ്പോൾ it's 10 log PT by PR, which is nothing but minus 10 log PT എന്ന് പറഞ്ഞാൽ GT GR lambda square. നമുക്ക് ഇവിടെ എഴുതാം. Here we can consider PT by PR. ഈ ഒരു equation PT by PR നമുക്ക് obtain ചെയ്യാം. So here PT by PR is nothing but we're substituting that PT by PR in here. That is GT GR lambda square divided by 4 pi whole square D square, which include the antenna gain. Here antenna gain is included. GT and GR are the antenna gain. And now we will consider the equation which does not include the antenna gain. So we are avoiding this GT and GR. So it become path loss will in dB become minus 10 log lambda square divided by 4 pi the whole square, 4 pi the whole square into D square. This is the equation which does not include the antenna gain. So we consider the two equations for the path loss, one which include the antenna gain and one which does not include the antenna gain. Next, the far field of Fraunhofer region. So in free space model is valid predictor for received power only for value of D which are in far field of transmitting antenna. So we consider the far field concept. So this free space is valid predictor for received power of D which is in the far field of the region of the transmitting antenna, and it is defined as the region beyond the far field distance DF. So region beyond the far field distance DF, which is related to largest linear dimension of transmitting and
aperture and carrier wave. So നമുക്ക് Fraunhofer distance DF കൺസിഡർ ചെയ്യാം. ഈ DF എന്ന് പറഞ്ഞാൽ ഈ ഫാർ ഫീൽഡ് റീജിയന്റെ ബിയോണ്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് DF. So free space എന്ന് പറഞ്ഞാൽ is for far field ആണ്, Fraunhofer region ആണ്, and the region beyond this far field distance, അതായത് D എന്ന് പറയുന്നതാണ് far field distance. So region beyond this far field distance എന്ന് പറഞ്ഞാൽ DF ആണ്. So this is also this distance is also known as Fraunhofer distance ആണ്. So this Fraunhofer distance DF is nothing but 2d square divided by lambda. So this Fraunhofer distance DF must satisfy to be in far field. ഈ Fraunhofer distance ഈ far field ആവണമെങ്കിൽ it must satisfy DF should be very much greater than D and DF must be very much greater than lambda. Here we can consider D, which is 1 meter. That is transmitter receiver തമ്മിലുള്ള distance 1 meter ആണ്. FC എന്ന് പറയുന്നത് 900 megahertz ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. This Fraunhofer distance DF എന്ന് പറയുന്നത് 2d square by lambda ആണ്. So we have the value of lambda is nothing but c by f. So lambda value എന്ന് പറഞ്ഞാൽ c എന്ന് പറഞ്ഞാൽ velocity. So it is 3 into 10 raised to 8 ആണ്. Divided by this 900 megahertz, it is equal to 0.33. So DF എന്ന് പറഞ്ഞാൽ 6 meter ആണ്. So that is the distance between transmitter and receiver should be minimum of 6 meter. അതായത് മിനിമം ഓഫ് 6 മീറ്റർ ആണെങ്കിൽ മാത്രമേ ഈ ഫ്രീ സ്പേസ് ഇക്വേഷനിൽ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റൂ. അതായത് 6 മീറ്ററിനെക്കാട്ടിയും കുറവാണെങ്കിൽ ദിസ് മോഡൽ കനോട്ട് ബി യൂസ്ഡ് ഫോർ ടു ഫൈൻഡ് ദ ആവറേജ് അല്ലെങ്കിൽ മെഷർ ദ റിസീവ്ഡ് സിഗ്നൽ പവർ അറ്റ് ദ റിസീവർ. സോ ഈ Fraunhofer ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സോ DF ഇക്വേഷൻ 2d square by lambda ആണ്. And this model does not hold good when D, that is D, that is distance between transmitter and receiver in free space equation is equal to 0. So here this CE model, that is free space propagation model, does not hold good when D in free space equation is equal to 0. That is PR of E or D. That is D എന്ന് പറയുന്നത് distance between transmitter and receiver തമ്മിൽ D എന്ന് പറയുന്നത് distance 0 ആകുന്ന സമയത്ത് ഈ it doesn't hold good. So this model use close in distance called reference distance D0. So here we consider a reference distance 0. Here we calculate the received power at this reference distance D0. That is, നമ്മൾ ഇവിടെ ഒരു reference distance consider ചെയ്യും, that is D0. So we calculate the received power at this reference distance. നമ്മൾ reference distance select ചെയ്യും D0 എന്ന് പറഞ്ഞിട്ട് ആ reference distanceലുള്ള received power ആണ് we calculate. So PR of D0. First PR of D ആയിരുന്നു, that is transmitter receiver തമ്മിലുള്ള separation ആണ് D. Now we select a reference distance D0. Then we calculate the received power at this reference distance, which is nothing but PR of D0. Then we can calculate the power at the actual distance, that is D, PR of D. First നമ്മൾ calculate ചെയ്യുന്ന PR of D0 ആണ്, that is reference distance ഉള്ള power എത്രയാണെന്ന് നോക്കും. പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് PR ഓഫ് D. സോ കണ്ടീഷൻ ഫോർ D0 എന്ന് പറഞ്ഞാൽ ഈ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ലാർജർ ദാൻ D0. അതായത് റെഫറൻസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഡിസ്റ്റൻസിനെക്കാട്ടിയും കുറവായിരിക്കണം. ആൻഡ് D0 എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ Fraunhofer ഡിസ്റ്റൻസിനെക്കാട്ടിയും വലുതായിരിക്കണം. സോ ഈ D0ന്റെ വാല്യൂ, അതായത് നമ്മുടെ റെഫറൻസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറിജിനൽ ഡിന്റെയും ഈ Fraunhofer ഡിസ്റ്റൻസ് DFന്റെയും മിഡിലായിരിക്കണം. ഈ DF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fraunhofer ഡിസ്റ്റൻസ് ആണ്, അതായത് മിനിമം ഡിസ്റ്റൻസ് ആണ് ഈ DF. ഈ D എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഡിസ്റ്റൻസ്. അപ്പൊ നമ്മളെ റെഫറൻസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറിജിനൽ ഡിസ്റ്റൻസിന്റെയും നമ്മളെ മിനിമം ഡിസ്റ്റൻസിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കണം. ദാറ്റ് ഈസ് D0 must be less than D and greater than DF, Fraunhofer distance. So PR of D ആണെങ്കിൽ that is power received power at the original distance, that is PR of D. PR of D equal to PR of D0 into D0 by D the whole square. This is the equation for power received at the original distance. So അതിനെ ഡെസിബൽ ആക്കുന്നതെങ്കിൽ PR of D is nothing but 10 log into PR of D0 divided by 0.01 watt plus 20 log D0 by D. ഇതിനകത്ത് നമുക്ക് കാണാം ഈ റെഫറൻസ് ഡിസ്റ്റൻസ് D0 is between, or it should be between D and DF. That is original distance in the Fraunhofer distance in the in between value ആയിരിക്കണം this D0. So this is about the free space propagation model.
So free space propagation model possible ആണ് ഏത് കേസിലാ? When there is a line of sight path between transmitter and receiver and there is no obstacles present. ആ ഒരു കേസിലാണ് ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ പാത്ത് പോസിബിൾ ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ മൈക്രോവേവ് LOS ലിങ്കും. ആൻഡ് ഇത് ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ നമുക്ക് ക്രിസ് ഫ്രീ സ്പേസ് ഇക്വേഷൻ വെച്ചിട്ട് മോഡൽ ചെയ്യാം. ആൻഡ് ക്രിസ് ഫ്രീ സ്പേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PR of B, അതായത് റിസീവ്ഡ് പവർ, അതായത് സിഗ്നൽ സ്ട്രെങ്ത് ആണ് ഈ പ്രൊപ്പഗേഷൻ മോഡൽ മെഷർ ചെയ്യുന്നത്. സോ റിസീവ്ഡ് സിഗ്നൽ പവർ അറ്റ് ദ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് അതായത് ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലൊരു സെപ്പറേഷൻ D ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ റിസീവറിൽ എത്തുന്ന റിസീവ്ഡ് പവർ എത്രയാണെന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ക്രിസ് ഫ്രീ സ്പേസ് ഇക്വേഷൻ, which is given by PT GT GR lambda square divided by 4 pi the whole square D square into F. ക്രിസ് ഫ്രീ സ്പേസ് ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഫ്രോണോഫർ ഫാർ ഫീൽഡ് ഇക്വേഷൻ കാണും. അതായത് ഫാർ ഫീൽഡ് ഫ്രോണോഫർ റീജിയൻ കാണും. ഈ ഫ്രോണോഫർ റീജിയൻ DF എന്ന് പറഞ്ഞ ഇക്വേഷൻ 2D square by lambda ആണ്. സോ വി ഗെറ്റ് മിനിമം ഡിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടും. ആദ്യം ഒറിജിനൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ മിനിമം ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഒറിജിനൽ ഡിസ്റ്റൻസും മിനിമം ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു റെഫറൻസ് ഡിസ്റ്റൻസ് എടുക്കും D0. ആ റെഫറൻസ് ഡിസ്റ്റൻസ് D0 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡിസ്റ്റൻസിന്റെ പവറിന്റെയും ഈ ഫ്രോണോഫർ ഡിസ്റ്റൻസിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. ഫൈനലി വി കാൽക്കുലേറ്റ് the received power at the reference and then we calculate the received power at the actual distance. Next ഒരു propagation model ആണ് ഗ്രൗണ്ട് റിഫ്ലക്ഷൻ മോഡൽ, that is 2-ray model എന്നും പറയും. സോ ഇവിടെ ഈ ഒരു മോഡലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് പാത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഗ്രൗണ്ട് റിഫ്ലക്ഷൻ മോഡലിൽ രണ്ട് പാത്ത് ഉണ്ട്. ഒന്ന് ഒരു ഡയറക്റ്റ് LOS പാത്തും ഒന്ന് ഒരു റിഫ്ലക്റ്റഡ് പാത്ത്, അതായത് ഗ്രൗണ്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത പാത്ത്. ഹിയർ വി ക്യാൻ സി ദിസ് ഈസ് എ ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് മോഡൽ ആണെങ്കിൽ ഹിയർ വി ക്യാൻ സി ഈ LOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് പാത്ത് ഉണ്ട്. ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ ഒരു ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാത്ത ഒരു ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ഉണ്ട്. നെക്സ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് പാത്ത് ആണ്. അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഗ്രൗണ്ടിൽ തട്ടി അവിടുന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് റിസീവറിലേക്ക് പോകും. സോ ഹിയർ ഇൻ ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് അല്ലെങ്കിൽ ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് പ്രൊപ്പഗേഷൻ മോഡൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് 2-ray മോഡൽ സിൻസ് വി ആർ കൺസിഡറിംഗ് 2 rays. വൺ എന്ന് പറഞ്ഞാൽ ഈ LOS അതായത് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ EG എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് പാത്ത്. സോ ഇവിടെ ഗ്രൗണ്ട് റിഫ്ലക്ഷൻ ഇസ് എ 2-ray മോഡൽ. ഇറ്റ് ഇസ് എ യൂസ്ഫുൾ പ്രൊപ്പഗേഷൻ മോഡൽ ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ജോമെട്രിക് ഒപ്റ്റിക്സ് and consider both the direct path and ground reflected propagation path between transmitter and receiver. And this model is considered to be accurate for predicting large scale strength over several kilometers for mobile radio system that uses tall towers and for LOS in urban environment. So ee model nu vecha accurate prediction therum in the case of large scale strength, അതായത് over a several kilometers of mobile radio systems. അതായത് distance D എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് D വളരെ കൂടുതൽ കിലോമീറ്റേഴ്സിലുള്ള ഡിസ്റ്റൻസ് സെപ്പറേഷൻ ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ ലാർജ് സ്ട്രെങ്ത് പ്രഡിക്ഷൻ ഇത് തരും ഈ ഒരു മോഡൽ. ആൻഡ് ടവർ ഈ ടോൾ ടവേഴ്സ് ഗ്രേറ്റർ ദാൻ 50 മീറ്റേഴ്സിനെക്കാട്ടി ടോൾ ടവേഴ്സ് ഉള്ള കേസിലും പിന്നെ LOS ഇൻ അർബൻ കേസ് അതായത് LOS ലൈൻ ഓഫ് സൈറ്റ് അർബൻ എൻവിറോൺമെന്റിൽ ലൈൻ ഓഫ് സൈറ്റ് പാത്ത് പ്രൊപ്പഗേഷൻ പോസിബിൾ ആണെങ്കിൽ ഈ ഒരു മോഡൽ വെച്ചിട്ട് വി ക്യാൻ ഗെറ്റ് ദ അക്യുറേറ്റ് പ്രഡിക്ഷൻ ഓഫ് ദിസ് ലാർജ് സ്കെയിൽ strength, അതായത് large scale in the sense large distance strength. So this is the 2-ray reflection model. Here we can say that original distance D ആണ്, which is the original distance from transmitter and receiver. ELOS we can see and EIE plus that incident plus ER, that is nothing but EG എന്ന് പറഞ്ഞാൽ it's nothing but ER, that is the reflected electromagnetic wave. EI എന്ന് പറഞ്ഞാൽ incident, ER എന്ന് പറഞ്ഞാൽ reflected and ER is equal to EG, that is a reflected wave. In most mobile communication system, the maximum PR separation distance is a few tens of kilometers and the earth may be considered to be flat. In most of the communication system, the maximum PR separation distance is a few tens of kilometers and we assume that the earth is considered to be flat. So the total received electric field, that is E total. So receiver receive in the total electric field can be denoted by E total, that is E tot is the result of direct LOS component, that is electric field associated with this line of sight component, and the ground reflected component EG, that is electric field associated with the ground wave. So we will consider the electric field at the receiver, that is E total is nothing but we can see it is E loss plus EG. Electric field associated with this line of sight component and electric field associated with the ground component. So the E0 is a free space electric field at a reference distance D0. So here also we are considering a reference distance.
from the transmitter, then this reference distance must be less than this d. And the free space propagating electric field is given by electric field E of d comma t is nothing but E0 into d0 divided by d cos of omega c into t minus d by c, where d is greater than d0. So here this is the electric field at a distance of d by t, and here E0 in d0 by d എന്ന് പറഞ്ഞ envelope ആണ്. This E0 d0 by d represent the envelope of this electric field at a distance of d meter from the transmitter. So this in this equation is this E0 into d0 എന്ന് പറഞ്ഞാൽ that give the envelope of the electric field. So here the two waves arrive at the receiver. Here the two waves arrive at the receiver. The direct wave travels at a distance d meter and reflected wave travels at a distance d dash. So here we can see two waves. Receiver le രണ്ട് waves arrive ചെയ്യും. Here we can see that receiver le രണ്ട് wave arrive ചെയ്യും. ഒന്ന് d dash, that is line of sight path എന്ന് വരുന്നത്, ഒന്ന് reflected എന്ന് വരുന്നത്, that is d double dash. So d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's nothing but two waves arrive at the receiver. That is the direct wave that travels at a distance d meter and a reflected wave that travels at a distance d dash. So the electric field due to this line of sight component at the receiver can be expressed as ELOS of d dash of t, since avada varuna distance d dash aanu. So this is nothing but E0 d0 divided by d dash cos of omega c t minus d dash by c. We are replacing this d by d dash. And second, EG in the case we are replacing with this d dash, d double dash. Here, since it is a reflected component, here we have a reflection coefficient gamma. That is E0 gamma into reflection coefficient into E0 d0 by d double dash into omega c into t minus d double dash by c.